ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 10ാം ക്ലാസ്സിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ വർഷം മുതൽ SSLC എക്സാമിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതായത് 2025-26 അധ്യയന വർഷം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ മലയാളം കേരള പാഠാവലി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഏതൊക്കെ യൂണിറ്റുകളാണുള്ളത്, യൂണിറ്റുകളെയും ടെക്സ്റ്റ് ബുക്കിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. മലയാളം കേരള പാഠാവലി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അതിൽ ഏതൊക്കെ യൂണിറ്റ് ആണുള്ളത്, എത്ര യൂണിറ്റ് ആണുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ യൂണിറ്റിലേക്ക് ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ആകെ കൂടി 5 യൂണിറ്റുകളാണുള്ളത്. അപ്പൊ 5 യൂണിറ്റുകളിൽ 4 യൂണിറ്റുകളിൽ 3 പാഠം വെച്ചിട്ടാണ്, അതായത് ഒരു യൂണിറ്റിൽ 3 പാഠം എന്നിങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷെ അവസാനത്തെ പാഠം എന്ന് പറയുന്നത് 2 പാഠങ്ങൾ മാത്രമാണ് അതിലുള്ളത്. അങ്ങനെയാണ് അപ്പൊ ഈ ഉള്ളടക്കത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ പാഠങ്ങളായി നോക്കാം. യൂണിറ്റ് 1 3 പാഠങ്ങളാണുള്ളത്. ആദ്യത്തെ പ്രവേശികയാണ്. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന് പറയുന്നതാണ് അതിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് അതിൽ പരാമർശിക്കുന്നത്. അതിൽ തന്നെ ആദ്യത്തെ പാഠമാണ് കഥകളി ദിമോഹനം എന്ന് പറയുന്നത്. അത് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളതാണ്. ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ നിന്ന് എഴുതിയിട്ടുള്ളതാണ്. അതിൽ രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്നാണ്. ഉണ്ണായി വാര്യർ എഴുതിയിട്ടുള്ള നളചരിതം ആട്ടക്കഥയിൽ നിന്ന് 1-ാം ദിവസത്തിൽ നിന്ന് എടുത്തതാണ്. അതിലെ 3ാമത്തെ പാഠം എന്ന് പറയുന്നത് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന പാഠമാണ്. അത് എഴുതിയിട്ടുള്ളത് നമ്മെ വിഴുങ്ങുന്ന മൗനം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പൊ ഇതൊക്കെയാണ് യൂണിറ്റ് 1 പറയുന്നത്. ഇനി നമുക്ക് യൂണിറ്റ് 2 കടക്കാം. ഉള്ളിലാണ് പുഴം ഉന്മതാനെന്ന പോൽ എന്നതാണ് പ്രവേശിക. അത് എഴുതിയിട്ട് അതിൽ 3 പാഠങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. VKN എഴുതിയിട്ടുള്ള 50 കഥകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആ പാഠഭാഗം. അതിലെ രണ്ടാമത്തെ പാഠം അന്നന്നത്തെ മോക്ഷം എന്നൊരു പാഠഭാഗമാണ്. അത് എഴുതിയിട്ടുള്ളത് PN ഗോപി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. 3ാമത്തെ പാഠം എന്ന് പറയുന്നത് തേനാണ്. സ്വർഗത്തിലെ കുട്ടികൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ പഠിക്കാൻ പോകുന്ന തേൻ എന്ന് പറയുന്ന പാഠഭാഗം. അങ്ങനെയാണ് യൂണിറ്റ് 1, 2 എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് 3 കടക്കുമ്പോൾ അതിന്റെ പ്രവേശികയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് വിസ്തൃത ലോക വിധാനത്തിൽ എന്ന് പറയുന്നതാണ്. അതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. മണ്ണും മനുഷ്യരും എന്ന് പറയുന്ന ഒരു പാഠഭാഗമുണ്ട്. അത് എഴുതിയിട്ടുള്ളത് T പത്മനാഭനാണ്. നിങ്ങളെ എനിക്കറിയാം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബത്തേരിക്കടുത്ത് മലങ്കരയിൽ അത് 2ാമത്തെ പാഠഭാഗമാണ്. അത് എഴുതിയിട്ടുള്ളത് PP രാമചന്ദ്രൻ എന്ന് പറയുന്ന കവിയാണ്. കാറ്റേ കടല എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പാഠഭാഗം. അതിൽ 3ാമത്തെ പാഠം എന്ന് പറയുന്നത് വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നതാണ്. അത് എഴുതിയിട്ടുള്ളത് സാറാ ജോസഫ് എന്നാണ്. ആദി എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അങ്ങനെയാണ് യൂണിറ്റ് 3 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ യൂണിറ്റ് 4 കടക്കുകയാണെങ്കിൽ യൂണിറ്റ് 4 പ്രവേശികയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് പിറന്ന നാടിൻ പെരുമയിൽ എന്നതാണ്. പിറന്ന നാടിൻ പെരുമയിൽ നിന്ന് എഴുതിയിട്ടുള്ളത് NK ആണ് എഴുതിയിട്ടുള്ളത്. അതിൽ 3 പാഠഭാഗങ്ങളാണുള്ളത്. ദേശവും എഴുത്തും, ആലപ്പുഴ വെള്ളം, മുരിങ്ങാ മരത്തോപ്പ് എന്ന് പറയുന്ന 3 പാഠഭാഗങ്ങളാണുള്ളത്. അപ്പൊ ആലപ്പുഴ വെള്ളം എഴുതിയിട്ടുള്ളത് അനിത തമ്പി എന്ന് പറയുന്ന വ്യക്തിയാണ്. മുരിങ്ങ മരത്തോപ്പ് എന്ന് എഴുതിയിട്ടുള്ളത് ഉണ്ണികൃഷ്ണ പൂത്തൂരാണ്. അങ്ങനെയാണ് യൂണിറ്റ് 4 കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ യൂണിറ്റ് 5 കടക്കുകയാണെങ്കിൽ, അതായത് അവസാനത്തെ യൂണിറ്റ് ആണ് യൂണിറ്റ് 5 എന്ന് പറയുന്നത്. അപ്പൊ അതിൽ 2 പാഠഭാഗങ്ങളാണുള്ളത്. അപ്പൊ പ്രവേശികയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഉലകിന്നുഴിയാം ഉണർവുകൾ എന്ന് പറയുന്നതാണ് പ്രവേശികയുടെ തലക്കെട്ട്. അതിലെന്താണ് സയൻസ് ദശകത്തിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിൽ 2 യൂണിറ്റ് ആണ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 1ാമത്തെ പാഠഭാഗത്തിന്റെ പേര് പ്രയാണം എന്നതാണ്. അതായത് വയലാർ രാമവർമ്മ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവസാനത്തെ പാഠഭാഗം എന്ന് പറയുന്നത് നരബലിയാണ്. അതായത് മറാഠി ശാസ്ത്ര കഥകൾ എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നരബലികൾ. സുബോധ് ജാവസേഖർ എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിട്ടുള്ള 10ാം ക്ലാസ്സുകാരുടെ മലയാളം കേരള പാഠാവലിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും പാഠഭാഗങ്ങളാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഓരോ യൂണിറ്റുകളും നമ്മളിപ്പോൾ കൃത്യമായി ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.